നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭക്തിയുടെ മൊത്ത വ്യാപാരിയ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ എന്ന എന്റെ അമ്മ. അതെ, അമ്മയെ കളിയാക്കണ്ടോ. ഈ ഇടയായിട്ട് ചേട്ടന് ഒരു ഈശ്വരവിശ്വാസം ഇല്ല. എനിക്ക് അത്യാവശ്യം ഈശ്വരവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ഭക്തി മൂത്തുണ്ടാകുന്ന ഭ്രാന്തില്ല, അത്രേ ഉള്ളൂ. സാക്ഷാൽ ഭഗവാന്റെ ശാപമാണ്. പക്ഷേ ആ കരുനാഗം യുഗാന്തരങ്ങളിലൂടെ ഏതു വേഷവും പ്രാപിക്കാൻ കഴിവുള്ള ഉഗ്രമൂർത്തിയായി മാറിക്കഴിഞ്ഞു. പരകായ പ്രവേശത്തിനുള്ള സാധ്യതയാണ് കൂടുതൽ തെളിയുന്നത്. കാര്യങ്ങൾ വിവരണാതീതമാണ്. ഇന്ന് ഈ മകരജ്യോതി ദിവസം നിലവറയിൽ വിളക്ക് കൊളുത്താൻ ചെല്ലുന്ന ആളെ പ്രതികാരദാഹത്തോടെ നോക്കി നിൽക്കുകയാണ് ആ കരിനാഗം. അത് തടയാനായിട്ട് അങ്ങേക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ? ഞാൻ അശക്തനാണ്. ഞാൻ വെറും ദുർബലൻ. ഭഗവാൻ നേരിട്ടിടപെട്ടാലേ രക്ഷയുള്ളൂ. വിളക്ക് വയ്ക്കാൻ പോകുന്നത് ആരെന്നറിയില്ല. ആരായാലും ഒരു ദുർവിധി അവരെ കാത്തിരിക്കുകയാണ്. ഞാൻ തന്നെ വിളക്ക് വയ്ക്കും. എന്താ അതില് പ്രശ്നം? കാർത്തിയുടെ ഭാര്യ പദവി ഞാൻ ഒഴിയാത്തിടത്തോളം കാലം ഞാനും ചെമ്പകമംഗലത്തെ മരുമകള് തന്നെയാ. ഏറ്റവും ചെറിയ മരുമകള്. കാർത്തിയാര കല്യാണ വീരനോ? അവന് 2 ഭാര്യമാര്. ഇവളങ്ങ് വെട്ടി വെട്ടി കേറുവാണല്ലോ. ഈശ്വര, ഇന്നിവിടെ അടി നടക്കോ? മീനാക്ഷി വിളക്ക് വെക്കാൻ പോവുമായിരുന്നെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് എതിർക്കില്ലായിരുന്നു. ഇതിനിപ്പോ അവകാശം ഞാൻ തന്നെയാ. ഞാൻ തന്നെ വിളക്ക് വെക്കും. ഈ തറവാട്ടിലെ വിളക്കുകളെല്ലാം കെടുത്തി ഇവിടെ എല്ലാം ഇരുട്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. നീ ഈ വീടിന്റെ ഐശ്വര്യവും വിശുദ്ധിയും നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അവളിൽ നിന്ന് അഹങ്കാരത്തോടെ പറയുന്നു നിലവറയില് വിളക്ക് കൊളുത്തണമെന്ന്. എന്തായാലും ഈ മകരവിളക്കിന് ഇവള് നിലവറയില് ദീപം തെളിയിക്കാൻ ഞങ്ങള് സമ്മതിക്കില്ല. തറവാട്ടിലെ ഏതെങ്കിലും സീമന്തിനി വിളക്ക് വെക്കണ്ടേ? അതിന് നീ സീമന്തിനിയാണോ? സ്ത്രീവർഗത്തിന് തന്നെ അപമാനമായ നീ ഇനി ഒരക്ഷരം മിണ്ടരുത്. ഒരു കാര്യം ചെയ്യും മുത്തശ്ശി, നിലവറയിലേക്ക് പോവാൻ 2 പേര് വേണം. ഒരാള് ദീപം തെളിയിക്കാൻ, മറ്റേയാള് അകമ്പടി. അതെ, 2 പേര് വേണം. എന്നാ മുത്തശ്ശി പോ. അകമ്പടിയായിട്ട് അമ്മ വരട്ടെ, അതിനെന്താ കുഴപ്പം? 2 പേർക്കും ഭർത്താക്കന്മാരുള്ളതല്ലേ? അതെ, അത് ശരിയാണല്ലോ. ഞാനും അത് ആലോചിച്ചതാ മോളെ. പക്ഷെ എനിക്ക് പോവാൻ പറ്റില്ല. മുട്ടുവേദന കാരണം നിലവറയുടെ പടിക്കെട്ടിറങ്ങാൻ വലിയ പ്രയാസമാ. എന്ത് ചെയ്യാൻ പറ്റും? സാവിത്രി ആണെങ്കിൽ സ്ഥലത്തില്ല, അല്ലെങ്കിൽ അവളെ വിടായിരുന്നു. എല്ലാത്തിനും ന്യായമായിട്ട് ഒരു പ്രതിവിധി നിൽക്കുമ്പോ അമ്മ എന്തിനാ വിഷമിക്കുന്നത്? കനക ഇവിടെ നിൽക്കുമ്പോ കാക്കപ്പന് തെടുപ്പോന്ന് എന്തിനാ? ആരാ കനകം? ഈ ഞാൻ. ഓ, നിങ്ങളുടെ പേര് കനകമ്മേന്നായിരുന്നോ? ഇത് ഞാൻ ഇപ്പോഴാ അറിയുന്നേ. ദേ, എന്റെ പേര് കനകമെന്നും പൊന്നമെന്നൊന്നും അല്ല, മാലയും തന്നെയാ. അമ്മേ, വിളക്ക് നിലവറയിൽ കൊളുത്താൻ അമ്മ ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. വിളക്ക് കൊളുത്താൻ ഞാനില്ല ഇവിടെ. കായംകുളം കൊച്ചുള്ളിക്ക് പകരം ഇത്തിക്കര പക്കി. എന്താ ആരും ഒന്നും മിണ്ടാത്തേ? ഞാൻ പോവാം. ആ വാളടിച്ചു മാറ്റാൻ എനിക്കൊരു അവസരം തരണേ ധർമ്മശാസ്താവേ. അയ്യോ, ഹരിഹരസുതൻ അയ്യപ്പ സ്വാമിയേ. അതെ, മാലതി പറഞ്ഞതനുസരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്തണം. തീരുമാനത്തിലെത്തണം. എത്തിയല്ലേ പറ്റൂ. സഹായിക്കാന്ന് ഞാനും പറഞ്ഞല്ലോ. എന്റെ തറവാട്ടിലൊരു പ്രശ്നം വന്നാ ഞാൻ സഹായിക്കും. ദൈവമേ, ഈ മുത്തശ്ശീനി ഇവരെ എങ്ങാൻ ചുമതലപ്പെടുത്തൂ.
എങ്കിൽ ഇവരും ഞാനും തമ്മിലാവുമല്ലോ അടി. ഞാൻ ഉറപ്പിച്ചു, അതങ്ങനെ മതി. ആ അതങ്ങനെ മതി. വിളക്ക് വെക്കാൻ നന്ദിനി പോവട്ടെ. അകമ്പടിക്കായിട്ട് ആ മൈഥിലി പോയാ മതി. മൈഥിലിയോ? ഞാൻ ഇരുട്ടാണെന്ന് ഇവര് പറഞ്ഞു. ഇന്നു മുതൽ ചമ്പകമംഗലം നിറയെ ഇരുട്ടായിരിക്കും. എന്താ അവിടുന്നൊന്നും പറയാത്തെ? ഞാൻ എന്തു പറയാനാ ശ്രീദേവി, വല്ലാത്തൊരു സംഭ്രമം. എന്താന്ന് വെച്ചാ മരണം സുനിശ്ചിതം തന്നെ, മാറ്റമില്ല. കൽപ്പിക്കപ്പെട്ട വിധികൾ തിരുത്താൻ ആരെ കൊണ്ടുമാവില്ല. അതെല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളല്ലേ. പിന്നെ സുപ്രീം കോടതിയിലായാലും ഒരു അപ്പീല് കൊടുത്താൽ ലേശം ഇളവ് കിട്ടിയെന്ന് വരില്ലേ? അതുപോലെ ഒരു ഇളവിന് വേണ്ടി അപേക്ഷിച്ചു നോക്കാം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ച് ചെമ്പകമംഗലക്കാർ നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ. ഉപകാരം ചെയ്യുന്നതിൽ ഞാൻ വലിപ്പച്ചെറുപ്പം നോക്കാറില്ലല്ലോ ശ്രീദേവി. എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യാം. ഒരാൾക്ക് ഒറ്റയ്ക്കല്ലാതെ എല്ലാവർക്കും കൂടി അവിടുത്തെ നിലവറയിൽ പ്രവേശിച്ചുകൂടെ? പാടില്ല. വിളക്ക് വെക്കുന്ന ആളും കൂടെ പോകുന്ന ആളുമല്ലാതെ മറ്റാർക്കും കാഴ്ചവട്ടത്തിൽ പോലും അവിടെ പ്രവേശനമില്ല. അതാ ചെമ്പകമംഗലത്തെ നിലവറ. അത് ചെറിയൊരു മായാ പ്രപഞ്ചമാണ്. എന്തായാലും പൂജാമുറി ഒരുക്കിക്കൊള്ളൂ. ഭഗവാനെ, കാനനവാസ, ശ്രീധർമ്മശാസ്താവേ, കാത്തോളനെ. എന്റെ ദേവി ഒരുങ്ങുക. ദേവി എന്തിനു ഒരുങ്ങണം? ഒരുങ്ങാതിരുന്നാലാണ് എന്റെ പ്രിയപ്പെട്ടവള് വളരെ സുന്ദരി. എന്താ ചേട്ടാ ഇത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാലോ? അറിയാം, മകരവിളക്ക്. അങ്ങ് പൊന്നമ്പലമേട്ടില് തത്വമസിയുടെ വിശ്വജ്യോതി തെളിയുന്ന ദിവസം. എന്നിട്ടാണോ കെട്ടിപ്പിടിക്കാൻ വരുന്നത്? ആ കെട്ടിപ്പിടുത്തോ മകരവിളക്കും തമ്മിൽ എന്താ ബന്ധം? വേണ്ടാട്ടോ. സ്നേഹനിധിയായൊരു ഭർത്താവ് ഒരു ദിവസം കുറഞ്ഞത് ഒരു 100 പ്രാവശ്യമെങ്കിലും ഭാര്യയെ കെട്ടിപ്പിടിക്കണമെന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാലേ ഇന്ന് ആ തത്വം ഒന്ന് മാറ്റിപ്പിടിക്കാം. ഭക്തിമൂത്ത ചില ഭാര്യമാരുണ്ടല്ലോ, ഭർത്താക്കന്മാരെ തീ തീറ്റിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ചില ഏർപ്പാടുകളുണ്ട്. ഏകാദശി, പ്രദോഷം, ഷഷ്ടി, തിങ്കളാഴ്ച വ്രതം, തേങ്ങാ പിണ്ണാക്ക്, ഓരോരോ ഉടായ്പകളെ. ഉടായ്പകളൊന്നുമല്ല, ഓരോന്നിനും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന് മകരവിളക്കാണ്. ഇന്നാണ് ഏറ്റവും കൂടുതൽ ശുദ്ധം പാലിക്കേണ്ടത്. ശുദ്ധം പാലിച്ചില്ലെങ്കിലേ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുക. എന്ന് ആര് പറഞ്ഞു? ഇതൊന്നും ഞാൻ പറയുന്നതല്ല, അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാ. ബെസ്റ്റ്. ഭക്തിയുടെ മൊത്ത വ്യാപാരിയ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ എന്ന എന്റെ അമ്മ. അതെ, അമ്മയെ കളിയാക്കണ്ടോ. ഈ ഇടയായിട്ട് ചേട്ടൻ ഒരു ഈശ്വരവിശ്വാസവും ഇല്ല. എനിക്ക് അത്യാവശ്യം ഈശ്വരവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ഭക്തിമൂത്തുണ്ടാകുന്ന ഭ്രാന്തില്ല, അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.